ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായ ഒരു ട്രൈകളർ ബർഫിയാണ്. അതായത് നമ്മുടെ കൊടിയുടെയൊക്കെ ഒരു കളറുള്ളൊരു ബർഫി. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഒരു ബർഫിയുടെ ടേസ്റ്റ് തന്നെ അതിന് വരുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് നെയ്യ് വേണം. നെയ്യൊന്ന് ചൂടാക്കിയെടുക്കുക, എന്നിട്ട് അതൊന്ന് തണുക്കാൻ വയ്ക്കുക. അതുപോലെ തിളപ്പിച്ചാറിയ പാൽ കൊടുക്കുക. നന്നായി ആറണം കേട്ടോ, നെയ്യായാലും പാലായാലും. എന്നിട്ട് അത് രണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 3 കപ്പോളം പാൽപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പാൽപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ടയില്ലാണ്ട് ഇളക്കി കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാൻ ഒരുമിച്ചിട്ട് ഇട്ടിട്ട് ഇളക്കുക ചെയ്തത്. നമുക്ക് തീരെ കട്ട പാടില്ല. കട്ട ഉണ്ടെങ്കിൽ അതിനൊന്ന് ഉടച്ച് കൊടുക്കും വേണം കയ്യിലുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി നല്ലപോലെ കട്ടയില്ലാണ്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് നന്നായി വറ്റിച്ചെടുക്കുക ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പം എൻ്റെ എല്ലാം കട്ടയൊക്കെ ഇട്ട് മാറിയിട്ട് ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരുവിധം നന്നായിട്ടൊന്ന് വറ്റണ വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ തീ ഒരിക്കലും ഹൈയിൽ വെക്കരുത്, ഒന്നുമില്ലെങ്കിൽ മീഡിയത്തിൽ അല്ലെങ്കിൽ ലോയിൽ. കാരണം ഈ പാലിൻ്റെ ഇതല്ലേ, പാലും പാൽപ്പൊടിയൊക്കെയാണ്, പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ പൊടിക്കുകയും ചെയ്തു. 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ നല്ലത്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി. എൻ്റെ പാൽപ്പൊടിക്ക് നല്ല മധുരമുള്ള കാരണം ഞാൻ അത് മുഴുവൻ എടുത്തില്ല. ഒരു 3/4 കപ്പിനെക്കാട്ടും ഒരു 2 ടീസ്പൂൺ കൂടുതൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കി നോക്കണം, നിങ്ങളുടെ പാൽപ്പൊടിക്ക് മധുരം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര പൊടി ചേർക്കട്ടെ. ഇനി മധുരം ഇല്ലാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് പൊടിച്ചത് മുഴുവനും വേണ്ടി വരും. അതിനും കൂടുതലൊന്നും വേണ്ടി വരാറില്ല. കാരണം അല്ലാണ്ട് മധുരമായാൽ നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി നോക്കുക. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം കേട്ടോ. അത് നിങ്ങളുടെ സ്വാദ് നോക്കിയിട്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് ഇടുക അതിൽ മധുരം. കണ്ടില്ലേ, ഇനി നന്നായിട്ട് വറ്റിച്ച് വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ കുഴപ്പമില്ല, അടി പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങളത് നന്നായി ശ്രദ്ധിക്കണം, കാരണം അടി പിടിക്കരുത്. ഇനി നിങ്ങൾക്ക് ഇളക്കാൻ പറ്റുന്നില്ല, അടി പിടിക്കുന്നതാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, 1 ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. കുറേ നെയ്യൊന്നും വേണ്ട, അപ്പോൾ പിന്നെ നെയ്യുടെ വല്ലാത്തൊരു സ്വാദായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒന്ന് നന്നായിട്ട് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം കൂടിയും വെക്കണം. ഞാൻ ആ സൈഡിൽ നിന്നൊക്കെ ഒരു പോരണ വരെയുള്ള ഒരു പരുവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഏകദേശം ഒരു സൈഡിൽ നിന്നൊക്കെ പോന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരുവാവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ശ്രദ്ധിച്ച് ഇളക്കാൻ നോക്കുക. കുറച്ചും കൂടി ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിതിനെ വാങ്ങിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് പോരിനൊക്കെ ഉണ്ട്. എടുത്താലും നമ്മളങ്ങനെ അത്ര അധികം പാനിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കണില്ല. അങ്ങനത്തെ ഒരു പരുവാണ് ആവേണ്ടത് കേട്ടോ. ഉരുട്ടി ഇങ്ങനെ കിട്ടണം പരുവത്തിൽ. അതുപോലെ അങ്ങനെ പാനിൻ്റെ അവിടെ അധികം ഒട്ടാണ്ടൊന്നും വരികയാണെങ്കിൽ നമുക്കതിനെ വാങ്ങിയിട്ട് എടുക്കാം. ഞാൻ അതിനെ എന്നിട്ട് 3 പാത്രത്തിലേക്ക് മാറ്റി. കാരണം നമുക്ക് തുല്യമായിട്ട് മാറ്റുക. അതെല്ലാമെന്ന് വെച്ചാൽ നിങ്ങൾ 3 കപ്പ് പാൽപ്പൊടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനും ആ നെയ്യിനും പാലിനൊക്കെ തുല്യം 3 അളവാക്കിയിട്ട് വേറെ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കളർ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് ഒരുമിച്ച് ഉണ്ടാക്കി വേറെ മാറ്റുക ചെയ്താൽ എന്നിട്ട് കളർ ചേർത്തു. ഞാനൊരു 2 ഡ്രോപ്പ് കളർ വീതം ചേർത്താൽ 2 ഡ്രോപ്പ് ഓറഞ്ച് കളർ ഒരെണ്ണത്തിൽ ചേർത്തു, മറ്റേതിൽ 2 കളറ് പച്ചക്കളറും ചേർത്തു. നല്ല പച്ചക്കളറായിരുന്നു, പക്ഷേ ഇതിൽ കിട്ടപ്പോൾ എന്തോ വേറൊരു കളറായിപ്പോയി വീഡിയോ കണ്ടപ്പോൾ. അതെന്താണെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇപ്പം നല്ലൊരു കളറിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം കേട്ടോ. കാരണം എന്നാലാണ്, അല്ലെങ്കിൽ ആ വെള്ള കളർ അങ്ങനെ കിടക്കും. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഡ്രോപ്പ് കളർ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര കളർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ 1 ഡ്രോപ്പ് ഒഴിച്ചാലും മതി കേട്ടോ. ഞാൻ 2 ഡ്രോപ്പാണ് എടുത്തേക്കണത്. എന്നിട്ട് ഇതിനെല്ലാം കളർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഫ്ലേവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കൊടുത്തതിൽ പിസ്തയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ ഓറഞ്ച് കൊടുത്തതിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ വെള്ളയ്ക്ക് വാനില എസൻസും ചേർക്കാം. ഞാനിപ്പോൾ എസൻസ് ഒന്നും ചേർത്തില്ല കേട്ടോ, വെറുതെ കളർ മാത്രമേ ചേർത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരു നെയ്യ് പരട്ടിയ പാത്രത്തിൽ ഇതിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ, നെയ്യ് പരട്ടിയതിനെക്കാട്ടും. എൻ്റെ അതില്ലാത്ത കാരണമാണ് നെയ്യ് പരട്ടിയത്. പിന്നെ ഞാനിത് പരത്തിയത് ഇത്തിരി ചൂടോടക്കന്നെ തന്നെയാണ്, അതെടുത്ത വഴിക്കാനും പറ്റും. കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പരത്തണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരത്താൻ എളുപ്പമുണ്ടാവും. കൈ പൊള്ളൂല്ല, നല്ല സുഖമായിട്ട് പരത്തി പോകാൻ പറ്റും. ഇതിപ്പോൾ ചൂടോടക്കനെ ആയ കാരണം കുറച്ച് പരത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. കൈ മുട്ടണുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൈ പൊള്ളണുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പരത്തുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ ചൂടാറിയതിന് ശേഷം പരത്തിയാൽ മതി എന്നുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മുടെ പർഫിക്ക് എത്ര തിക്ക് വേണമെന്നനുസരിച്ചിട്ട് നമ്മൾ 3 ലെയറും എത്ര തിക്ക് വേണമെന്ന് നോക്കുക കേട്ടോ. നിങ്ങളുടെ പർഫിക്ക് നല്ല തിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു ലെയറിനും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് നന്നായിട്ട് പരത്തി കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ആവണം. ഇത് ചൂടായ കാരണം എനിക്ക് പരത്താൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു.
ചൂടാറിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ടാവും, പരത്തുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഓരോ ലെയർ പരത്തി അതൊന്ന് ഇത്തിരി തണുത്ത ശേഷം അടുത്ത ലെയർ പരത്തി അങ്ങനെ എടുത്താലും മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ പരത്തിയപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു നല്ലൊരു ചട്ടുകത്തിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യ് പരട്ടിയിട്ടൊന്ന് മുകളിൽ ലെവലാക്കി കൊടുത്തു സൈഡും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക ചെയ്തത് ഇല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇനി നിങ്ങൾ ആ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. മുറിക്കണ നേരത്തെ ഞാൻ ആ സൈഡൊക്കെ കളഞ്ഞു. പിന്നെ ഇതിനെ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക, 2-3 മണിക്കൂർ. അതിന് ശേഷം നിങ്ങൾ മുറിക്കുക. മുറിക്കുന്ന സമയത്ത് നിങ്ങളുടെ കത്തിയുടെ മുകളിൽ കുറച്ച് നെയ്യ് പറ്റിയാൽ മതി. കത്തി നല്ല സോഫ്റ്റ് കത്തിയാണെങ്കിൽ നല്ല സുഖമായിട്ട് മുറിക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കത്തിയുടെ മുകളിൽ ഒരു തരി പോലത്തെ ഉള്ള ആ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ചതുരത്തിലോ ഡയമണ്ടിലോ എങ്ങനെ വേണമെങ്കിലും മുറിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് മുറിച്ചത്. അത് നിങ്ങളെ ഇഷ്ടമുള്ള പോലെയൊക്കെ മുറിച്ചോളൂ കേട്ടോ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഒന്ന് മെല്ലെ മുറിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതായിട്ട് വരും. പിന്നെ നെയ്യൊന്ന് പറ്റി കൊടുത്ത് ഇങ്ങനെ മുറിക്കുമ്പോൾ വലിയ പ്രശ്നം വരില്ല. കണ്ടില്ല, അതിന് മുകളിൽ ആ കത്തിയുടെ മുകളിലത്തെ അത്ര സോഫ്റ്റുള്ള കത്തിയല്ല, അത് ഒരു തരി പോലത്തെ ഉള്ള കത്തിയാണ്. അതാണ് കുറച്ച് മുറിക്കാൻ ബുദ്ധിമുട്ടായത്. അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ വശം കൊണ്ട് സോഫ്റ്റുള്ള വശം കൊണ്ട് തിരിച്ച് മുറിച്ചാൽ മതി. അപ്പോൾ നല്ലതിൽ വരും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.